സ്ത്രീകൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്കുള്ള അടിക്കുറിപ്പല്ല, മറിച്ച് സ്വതന്ത്രമായ ഇച്ഛാശക്തിയുള്ള നിർഭയയും ശക്തയുമായ മനുഷ്യരാണ്. എന്തിനേയും നേരിടാനുള്ള പ്രചോദനം നൽകുന്ന സ്ത്രീ എല്ലാവരേക്കാൾ മികച്ചവരാണ്. ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് മാന്ത്രികത ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യമായ എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനു വേണ്ടി നിങ്ങളുടെ ജീവിതം ഹോമിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശ്രമവും ധൈര്യവും കൊണ്ട് മുന്നേറണം. ഒരു രാജ്ഞിയെ പോലെ ചിന്തിക്കുക. ഒരു രാജ്ഞി പരാജയപ്പെടാൻ ഭയപ്പെടുന്നില്ല. പരാജയം മഹത്വത്തിലേക്കുള്ള മറ്റൊരു ചവിട്ടുപടിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ നായിക ആവുക, ഇരയാകരുത്. നിങ്ങൾ നിങ്ങളുടെ ശബ്ദമുയർത്തുക, നിലവിളിക്കാൻ വേണ്ടിയാകരുത്. ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി കേൾക്കാനാകണം. നിങ്ങൾ പിന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. പരസ്പരം വിശ്വസിക്കുന്ന സ്ത്രീകൾക്ക് എന്തും അതിജീവിക്കാൻ കഴിയും. വിശ്വാസവും സ്നേഹവുമാണ് നല്ലത്. നിങ്ങൾ ആരാണ് എന്നും നിങ്ങളുടെ മനസ്സിൽ ആരായിരിക്കണമെന്നുമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കുക. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കൊണ്ട് അവൾ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മളോടുള്ള ആദരവ് നമ്മുടെ ധാർമ്മികതയെ നയിക്കുന്നു. മറ്റുള്ളവരോടുള്ള ബഹുമാനം നമ്മുടെ പെരുമാറ്റത്തെ നയിക്കുന്നു. തങ്ങൾക്ക് നീതി ലഭിക്കാൻ പുരുഷന്മാരുടെ ധീരതയെ ആശ്രയിക്കേണ്ടതില്ലെന്ന് സ്ത്രീകൾ സ്വയം തെളിയിക്കുക. ഒരു പുരുഷന് ഒരു വീട് പണിയാൻ കഴിയും, എന്നാൽ ഒരു വീട് പ്രവർത്തിപ്പിക്കാൻ ഒരു സ്ത്രീ ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പരമാവധി ശ്രമിക്കുക. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ചെയ്യുക. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ മികവ് പുലർത്തുന്നതിലൂടെ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വീട്ടിൽ നിന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ വീട്ടിൽ നിന്നും സമൂഹത്തിലൊരു മാറ്റം വരുത്താൻ കഴിയണം. ഈ ലോകത്തെ സ്ത്രീകൾക്ക് മികച്ച സ്ഥലമാക്കി മാറ്റാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ ഓരോ അവസരങ്ങളായി കാണുക. നിങ്ങളുടെ ഉത്കണ്ഠ നിയന്ത്രിക്കാനും നിങ്ങളുടെ ശക്തിയിൽ മുന്നോട്ടു പോകാനും ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്ത്രീയായതുകൊണ്ട് നിനക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാതെ എനിക്ക് വിശ്രമമില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. അടിച്ചമർത്തപ്പെടുമ്പോൾ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് അതിനെതിരെ പോരാടുക. ഇത് എന്റെ നീതിയാണ്, എന്റെ അവകാശമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുക. വിജയവും പരാജയവും ഒരിക്കലും കാര്യമായി എടുക്കരുത്. നമ്മൾ ഗൗരവമായി ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിൽ ഉറച്ചു നിൽക്കുക. അന്ന് സതിയൊരുക്കിയ ചിതയിൽ ചാടി മരിച്ചവരെക്കാൾ ഏറെ പേർ കാണും ഇന്ന് മനസ്സ് മരിച്ച് ജീവിക്കുന്നവർ. നിങ്ങൾ തീയോ കൊടുങ്കാറ്റോ ഒന്നുമാകേണ്ട. സ്വന്തം വ്യക്തിത്വം മറച്ചു പിടിക്കാതെ അവളായി ജീവിക്കാൻ മാത്രം കഴിഞ്ഞാൽ മതി. ഒരു പോക്കുവരവ് സാധ്യമല്ലാത്ത വിധം മനസ്സിലേക്കുള്ള വാതിലിനൊരു താഴിട്ട് പൂട്ടണം. കാര്യമില്ലാത്ത ചിന്തകൾ ഇടിച്ചു കയറാൻ എത്രയൊക്കെ സമരം ചെയ്താലും ഉറച്ച നിലപാടിൽ മാറ്റം വരാതെ ആ വാതിൽ അടച്ചു തന്നെ വയ്ക്കണം. കടമകളുടെ 4 ചുവരുകളാലും കടപ്പാടിന്റെ മേൽക്കൂരയാലും സ്നേഹച്ചങ്ങലയാലും ആഗ്രഹങ്ങളെ സ്വയം തടവിലാക്കി ചുരുങ്ങിപ്പോയ ചിലരുണ്ട്. ഒടുവിൽ വാതിൽ തുറന്നിട്ടാലും ഇറങ്ങിപ്പോകാൻ കഴിയാതെ കണ്ണീരും വിയർപ്പും ഉറ്റിറ്റു വീണ് സ്വപ്നങ്ങളെല്ലാം മാഞ്ഞുപോയവർ. സ്വയം തട്ടിമാറ്റിയ ശേഷം എഴുന്നേൽക്കുന്നത് ഒരു തരം വിജയമാണ്. ഉയർന്നെഴുന്നേൽക്കുക, വിജയിക്കുക. സമൂഹത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സ്ഥാനം നിലയുറപ്പിക്കുക.